പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇതുവരെ പറഞ്ഞത് ഫോട്ടോസിന്തസിന്റെ ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ ആയിരുന്നു. ദാറ്റ് മീൻസ് നമ്മൾ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നതിന്റെ പുതിയ വേർഷൻ ആണ് ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ. അതിലിപ്പോ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാൽവിൻ സൈക്കിൾ പറഞ്ഞു. അതിന് വേറൊരു പേരുണ്ട്, ബെൻസൺ കാൽവിൻ സൈക്കിൾ ഓർ കാൽവിൻ ബെൻസൺ സൈക്കിൾ എന്ന് പറയാം. ദെൻ C3 സൈക്കിൾ എന്ന് പറയാം. ദെൻ അതിനുശേഷം C2 സൈക്കിൾ, ഫോട്ടോ റെസ്പിറേഷൻ, ഗ്ലൈക്കോലൈറ്റ് പാത്വേ, ഗ്ലയോസൈലേറ്റ് പാത്വേ അത് പറഞ്ഞു. Then C4 cycle, or we can say that Kranz anatomy ഉള്ള cycle. Then last one CAM cycle പറഞ്ഞു. അതിനുശേഷം നമുക്കിനി പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ്. The topic name is called factors affecting photosynthesis. ഇത് സിലബസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. What are the important factors which influence the photosynthesis? നമ്മൾ ബ്രോഡായിട്ട് രണ്ട് പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് പറയുന്നത്. ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ഇന്റേണൽ ഫാക്ടേഴ്സ്. രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, സെക്കൻഡ് വൺ ഇന്റേണൽ ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്? ദി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഫസ്റ്റ് വൺ ലൈറ്റ് ഇന്റൻസിറ്റി, സെക്കൻഡ് വൺ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, തേർഡ് വൺ ടെമ്പറേച്ചർ ആൻഡ് ഫോർത്ത് വൺ വാട്ടർ. ഇതെല്ലാം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ്. ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം പല ഫാക്ടേഴ്സും എക്സ്റ്റേണലി ഇൻഫ്ലുവൻസ് ചെയ്യും ആസ് ഫാർ ആസ് ദ ഫോട്ടോസിന്തസിസ് ഇസ് കൺസേൺഡ്. Then second part is called internal factors. These factors which include all the factors which are present within the plant. Plant in ullilulla factors ആണ് അത്. What are the important internal factors? They are chlorophyll, protoplasm, photosynthesis product, photosynthate. Chlorophyll എന്ന് പറയുന്നത്, you know what is chlorophyll? Chlorophyll is the most important pigment which influence photosynthesis. അപ്പൊ chlorophyll എന്ന് പറയുന്ന പിഗ്മെന്റ് ഫോട്ടോസിന്തസിസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Then protoplasm influence ചെയ്യുന്നുണ്ട്. Then ഫോട്ടോസിന്തസിസിന്റെ പ്രൊഡക്റ്റ് എന്താണ്? That is called sugar. അതിന് പറയുന്ന പോപ്പുലർ ആയിരിക്കുന്ന പേരാണ് photosynthate. Remember what is photosynthesis? What is photosynthate? So this is the broad outline of the topic that we are going to discuss. See, നമുക്കറിയാം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. That is, we can say that photosynthesis ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, we can say that there is an important limit. That is what is called limiting factor എന്ന് പറയും. അപ്പൊ നിങ്ങൾ മുഖത്തിന്റെ ഇവിടെയുള്ള നിങ്ങൾ ഏതെങ്കിലും ഒരു പോർഷൻ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മൂക്ക് നിങ്ങൾ നന്നായിട്ട് ഒന്ന് പൊത്തി പിടിച്ചു നോക്കിയേ, നിങ്ങൾ അവിടെ ലിമിറ്റ് ചെയ്യുന്നത് ഓക്സിജനെയാണ്. അപ്പൊ ഓക്സിജൻ ലിമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മരിച്ചു പോകും എന്നുള്ളതാണ്. സോ without the presence of the oxygen we will become, or we will be no more. നമ്മൾ ഉണ്ടാവില്ല, ഇവിടെ ഭൂമി ലോകത്ത് നമ്മൾ ഇല്ലാതായി പോകും. അപ്പൊ ഓക്സിജൻ നമുക്ക് ലിമിറ്റിംഗ് ആണ്. അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ that will be limiting for the photosynthesis process. So some of the characteristics of limitation to the rate of photosynthesis. ഫോട്ടോസിന്തസിന്റെ റേറ്റ് നിയന്ത്രിക്കുന്ന എന്തൊക്കെയാണ്, ലിമിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്, കാർബൺ ഡൈ ഓക്സൈഡ്. Condition that lead to the limitation, light. Then response of photosynthesis under this limitation, carbon dioxide strong moderate, oxygen strong moderate, light absent or strong. Or we can say that these factors which will be limiting the process of photosynthesis, the important limiting factors are low carbon dioxide, low light, high oxygen, high temperature. All these factors are limiting. The കോടിയാലും കുറഞ്ഞാലും ഒക്കെ പ്രോബ്ലംസ് ആണ്. So the point is, what is a limiting factor? പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും, what is a limiting factor? എന്താണ് limiting factor? Those factors which limit the rate of photosynthesis is called limiting factors, which include carbon dioxide, light, whatever it may be, chlorophyll, etc. are the most important limiting factors. ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ലൈറ്റിനെ നോക്കാം. നോക്കൂ നിങ്ങൾ, ലൈറ്റ് at low light intensity, rate of photosynthesis is proportional to the light intensity. ഇപ്പൊ ലൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണ്. നമുക്ക് ആദ്യം തന്നെ ഒരു ലാഗ് ഫേസ് കാണാം, പിന്നെ ലോഗ് ഫേസ് കാണാം, പിന്നെ ഒരു പ്ലാറ്റ്യൂ, ഓർ വി ക്യാൻ സേ ദാറ്റ് ദ എക്സ്പോണൻഷ്യൽ ഫേസും കാണാൻ പറ്റും. സോ ബേസ്ഡ് ഓൺ ദിസ് പെർട്ടിക്കുലർ picture we can express, or we can explain the concept of photosynthesis as far as light is concerned. നോക്കൂ നിങ്ങൾ, ലൈറ്റിന്റെ റെസ്പോൺസ് ആണ് പല രീതിയിലുള്ള റെസ്പോൺസ്. അത്ര ഡീറ്റെയിലേക്ക് നമ്മൾ പോകണ്ട. ജസ്റ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഫോട്ടോസിന്തസിസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണ് എന്ന് തന്നെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡീറ്റെയിലേക്ക് പോകണ്ട. ഓക്കെ, ഇതൊക്കെ പല രീതിയിലുള്ളതാണ്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ MSc ക്ലാസ്. Then temperature, another important factor, temperature. Increased temperature give increased energy and increased rate of photosynthesis. നല്ല ചൂടുണ്ടെങ്കിൽ നന്നായിട്ട്
photosynthesis നടക്കും. Optimum temperature ഇതാണ്. ഈ temperature കുറയാണെങ്കിലോ above the optimum temperature enzymes are denatured and rate drops steeply. അപ്പൊ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ പലപ്പോഴും പല പ്രോട്ടീനും ഉണ്ട്. അപ്പൊ പ്രോട്ടീനിന്റെ ബേസിലാണ് എൻസൈംസ് ഉള്ളത്. So most of the enzymes are protein based. So we can say that if the temperature is rises, that will affect or that will adversely affect the rate of photosynthesis by denaturing the protein that present in the enzyme. എൻസൈമിലുള്ള പ്രോട്ടീനെ ഡീനാച്ചുർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോട്ടോസിന്തസിന്റെ റേറ്റ് കുറയും. So we can say that our point is temperature is an important factors that will influence the rate of photosynthesis. Okay, ഇതാണ് നോർമലി ഉള്ള ഒരു പിക്ചറിൽ റെപ്രസെന്റേഷൻ. Now ലൈറ്റ് ഇന്റൻസിറ്റി, ഏറ്റവും നല്ല ലൈറ്റ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചറിലാണ്, ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ. ഓക്കെ, then different conditions of the photosynthesis. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹയർ കോൺസെൻട്രേഷൻ, ലോവർ കോൺസെൻട്രേഷൻ. Higher concentration photosynthesis limited by some other factors. Then higher concentration photosynthesis limited by temperature. Then low temperature photosynthesis limited by carbon dioxide. അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ടാവും. അത് അത്ര ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നില്ല. എനിവേ ഞാൻ പറഞ്ഞത് this is not a simple thing that will affect the rate of photosynthesis in different way. അപ്പൊ നമ്മൾ ഇനി ഇതിൽ വളരെ ഒന്നില്ല എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ടെമ്പറേച്ചറും ലൈറ്റും പറഞ്ഞു. ഇതിനെ കൂടെ നമ്മൾ വളരെ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു ഫാക്ടറാണ് ലിമിറ്റിംഗ് ഫാക്ടർ. പരീക്ഷയ്ക്ക് നിർബന്ധമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. The factor which limit the rate of photosynthesis is called limiting factors. There are three main factors that can affect the rate of photosynthesis. One, light intensity. Second one, temperature. Third one, concentration of carbon dioxide. Changes to one of these factors can affect the rate of photosynthesis. The factor that is nearest to its minimum at any one time is called a limiting factor, and this is the one that affect the rate of photosynthesis. The factor that is nearest to its minimumത്തിന്റെ അടുത്ത് വരികയാണെങ്കിൽ that will be limiting. നമ്മൾ വെളിച്ചെണ്ണ വീട്ടിൽ തീരാനാവണം നമ്മൾ പറയില്ല, വീട്ടിലെ ആൾക്കാർ വെളിച്ചെണ്ണ തീർന്നു, തീരാൻ പോവാണ്, നാളെ തൊട്ടിട്ട് ഉപ്പേരി ഉണ്ടാവില്ല എന്നൊക്കെ പറയാറില്ലേ. ദാറ്റ് മീൻസ് അത് ലിമിറ്റിംഗിന്റെ ഒരു സൂചനയാണ്. അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയാണ് limiting factors എന്ന് പറയാം. So by limiting these particular factors, that will adversely influence the rate of photosynthesis. Okay, സാധാരണയുള്ള ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, വാട്ടർ, ക്ലോറോഫിൽ, ലൈറ്റ്, temperature. A limiting factor is the factor in a chemical reaction involving several factors which prevent the reaction rate from increasing because it is present its minimum value. Minimum value ആണെങ്കിൽ സ്വാഭാവികമായിട്ടും that will be limiting to that will be reduce the rate and speed of the photosynthesis. So we will be aware or we will be concerned about those limiting factors. If the factors are limiting, that will pause or that will stop the rate of photosynthesis. Normally നമ്മൾ സാധാരണ പറയുന്ന ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഈ രീതിയിലാണ്. In a metabolic pathway, if one factor is low, its reaction will be slowed. This has a knock-on effect on other reaction on the pathway. The factor which is closer to its minimum known as limiting factor. അപ്പൊ നമ്മൾ ഡോറിൽ വന്ന് മുട്ടുകയാണ്, the photosynthesis തീരാൻ പോവാണ് കേട്ടോ, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇൻഗ്രീഡിയന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാർബൺ ഡൈ ഓക്സൈഡ്, അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊള്ളൂ, ഇത് ലിമിറ്റ് ചെയ്യാൻ പോവാണ്, സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് എന്നുള്ള ഒരു സൂചനയും ഒരു കോളിംഗ് ബെല്ലുമാണ് ഈ പറയുന്ന ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ലൈറ്റ് ഇന്റൻസിറ്റി, ഇഫ് ഇറ്റ് ഇസ് ലോ, ലൈറ്റ് ഇന്റൻസിറ്റി കുറയാണെങ്കിൽ ATP and NADPH പ്രൊഡക്ഷൻ വിൽ സ്ലോ, റെയർലി ദ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് അല്ലേ. നമുക്കറിയാം ഈ പറയുന്ന ATP NADPH ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലൈറ്റിന്റെ പ്രസൻസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് പറയുക ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ എന്ന് പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, കാർബൺ ഫിക്സിംഗ് ഈസ് ലിമിറ്റഡ്, ലെസ് ഗ്ലിസറേറ്റ്, 3-phosphoglyceric acid, REBP and NADPH buildup. Atmospheric carbon dioxide is low, so this is often the limiting factor. Temperature, low temperatures slow all enzyme catalyzed reaction in Calvin cycle. At high temperature, Rubisco is denatured, so carbon is not fixed, more commonly limiting at a low temperature than high. Then rate limiting step. എന്തൊക്കെയാണ് ഈ പറയുന്ന റേറ്റ് ലിമിറ്റ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ? ഒന്ന്, ഡിഫറെന്റ് ഫാക്ടേഴ്സ് ലിമിറ്റ് ഡിഫറെന്റ് സ്റ്റെപ്പ് ഇൻ ഫോട്ടോസിന്തസിസ്. ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ഓരോന്നും പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇതിൽ ഏത് ഫാക്ടറാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ഫാക്ടേഴ്സ് ലിമിറ്റ് ആവുന്ന സമയത്ത്. യു ക്യാൻ ഓക്കെ, അത് ചില ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്.
why is the light independent stage is not really light independent? The light independent reaction rely on products of the light dependent reaction. Okay, without light there is no way to regenerate ATP and NADPH. Without ATP and NADPH cannot be converted to TP. Without ATP RUBP cannot be regenerated from TP. About why the light independent stage is not really light independent? എന്തുകൊണ്ടാണ് ലൈറ്റിനെ വളരെ പ്രധാനമായ ഫാക്ടേഴ്സ് ആയിട്ട് മാറ്റുന്നത്, പലപ്പോഴും അത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? That will influence the entire process of photosynthesis. Remember. Okay, ഇതൊക്കെ ഇതിലുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. We will discuss. Okay. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോസിന്തസിസിന്റെ ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ് എല്ലാം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അതിൽ ഇന്റേണൽ ഫാക്ടേഴ്സ് പറയാനുണ്ട്. അതിന്റെ ബേസ് ചെയ്തിൽ നമുക്ക് ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസിയും പറയാനുണ്ട്. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്നാണ്. ലിമിറ്റിംഗ് ഫാക്ടേഴ്സിന്റെ ബേസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ലൈറ്റും ടെമ്പറേച്ചറും ഒക്കെയാണ്. ഇനി ഇന്റേണൽ ഫാക്ടേഴ്സ് നമുക്ക് പറയാനുണ്ട്. സോ ദ പോയിന്റ് ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ലിമിറ്റിംഗ് ഫാക്ടർ എന്താണ്, then factors എന്തൊക്കെയാണ്, what are the important factors which influence photosynthesis, and also what is limiting factor. Remember, it is very important question as far as your examination is concerned. Okay, thank you.